അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 7 ചൊവ്വാഴ്ച. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിഞ്ഞ് 3 പേർ മരിച്ചു. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. തുരങ്ക നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർ അടക്കം 8 പേരെ കണ്ടെത്താനായി തെരച്ചിൽ തുടരുന്നു. 6 തൊഴിലാളികളെ വിംസ് ആശുപത്രിയിൽ എത്തിച്ചു. വീടും പള്ളിയും പൂർണ്ണമായും തകർന്നു. ബസ് സ്റ്റോപ്പും പാലവും മണ്ണിനടിയിലായി. വാഹനങ്ങളും മണ്ണിനടിയിലായി. 2 ആഴ്ച മുൻപ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വീണ്ടും കനത്ത മഴ തുടരുന്നു. പ്രദേശത്തെ ആളുകളെ മാറ്റി. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മീനാക്ഷി പാലത്തിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മണ്ണിടിഞ്ഞ് ശക്തമായി താഴേക്ക് പതിക്കുന്നതിന്റെയും അതിന്റെ ആഘാതത്തിൽ പാലം കടന്ന് മണ്ണും വെള്ളവും കുതിച്ചു വരുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. പാലത്തിന് സമീപത്തുള്ള കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അപകടത്തിന്റെ രൂക്ഷത വെളിവാക്കുന്നതാണ് ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ. മേഖലയിൽ തുരങ്കപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവന്ന കമ്പനിയിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. 16ഓളം തൊഴിലാളികളെ കാണാനില്ലെന്നാണ് വിവരം. എന്നാൽ 18ഓളം പേർ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂപ്പർവൈസർമാരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലെ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി T. സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണത്തിന് അശാസ്ത്രീയമായി കൂട്ടിയിട്ടിരുന്ന മണ്ണ് മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങിയതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതെന്നും മന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. മണ്ണിടിച്ചിലിന്റെ ഉത്തരവാദിത്തം തുരങ്ക നിർമ്മാണ കമ്പനിയായ കൊങ്കൺ റെയിൽവേക്കാണെന്ന് പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീർ. നിർമ്മാണം നടക്കുന്നിടത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നതായും മന്ത്രി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്ത സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് പൊതുമരാമത്ത് വകുപ്പും വെളിപ്പെടുത്തി. PWD ജൂൺ 25 ചേർന്ന അവലോകന യോഗത്തിൽ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പും നൽകി. ഇതിന്റെ മിനിറ്റ്സ് PWD പുറത്തുവിട്ടു. PSC നടത്തിയ പരീക്ഷകൾക്കും നിയമനങ്ങൾക്കുമെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ UDF സർക്കാർ വിശദമായി പരിശോധിക്കും. 10 വർഷത്തെ നിയമന തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്താനാണ് ആലോചന. ഇക്കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം തേടിയിരിക്കുകയാണ് സർക്കാർ. ബജറ്റിൽ പ്രഖ്യാപിച്ച ജ്വല്ലറി പാർക്ക് ഈ വർഷം തന്നെ തുടങ്ങുമെന്നും എറണാകുളം മുതൽ തൃശൂർ വരെയുള്ള പ്രദേശത്തെ ഗോൾഡ് ഹബ്ബാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. വിദ്യാർത്ഥികളുടെ സൗജന്യ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മന്ത്രി CP ജോൺ. വയനാട്ടിലെ സ്വകാര്യ ബസ് ഉടമകൾ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് അംഗീകരിക്കാനാവില്ല. വിദ്യാർത്ഥി സംഘടനകളോടെല്ലാം ആലോചിച്ചു മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നും മന്ത്രി വ്യക്തമാക്കി. ജവാൻ ഡ്രം ഉൽപാദനം നിർത്തിവെച്ചത് വിവാദമായ സാഹചര്യത്തിൽ വിപുലമായ അന്വേഷണത്തിന് തീരുമാനം. നികുതി, എക്സൈസ് വകുപ്പിലെ 4 ഉദ്യോഗസ്ഥർ അടങ്ങിയ സമിതി അന്വേഷിക്കും. ഹൈക്കോടതി അഭിഭാഷകരുടെ പട്ടികയിൽ ഇനിയും അനർഹരുണ്ടെന്നും അവരെ പുറത്താക്കിയില്ലെങ്കിൽ പട്ടിക പുറത്തുവിടുമെന്നും ലോയേഴ്സ് കോൺഗ്രസ്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ ഒരു സീനിയർ അഭിഭാഷകൻ കൂടി രാജിവെച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് നിഷേധാത്മക നിലപാടാണെന്നും സംഘടന ആരോപിച്ചു.
KSRTCയിലെ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞവരെ ഇപ്പോൾ കാണാനില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി പ്രവർത്തകരോടെല്ലാം പ്രിയദർശിനിയിൽ കയറരുതെന്ന് പറഞ്ഞാൽ 35% പേർ കയറില്ലല്ലോ എന്നും CP ജോൺ പരിഹസിച്ചു. സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്തുണ്ടായിരുന്ന 30,000-ത്തിലധികം സ്വകാര്യ ബസുകൾ ഇപ്പോൾ 8,000-ആയി കുറഞ്ഞെന്നും 10 വർഷമായി സ്വകാര്യ ബസുടമകളുടെ പ്രശ്നങ്ങൾ ആരും കേട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PSC ചെയർമാനും അംഗങ്ങൾക്കും നൽകുന്ന അതിഭീമമായ ശമ്പളം വെട്ടിക്കുറയ്ക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെക്കാൾ ഉയർന്ന ശമ്പളമാണ് PSC അംഗങ്ങൾക്ക് നൽകുന്നത്. പ്രധാനമന്ത്രിക്ക് 2.80 ലക്ഷം രൂപയും മുഖ്യമന്ത്രിക്ക് 1.85 ലക്ഷം രൂപയുമാണ് ശമ്പളം. ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ ഇതും കുറിച്ചു. ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കോറ ഹെൽത്ത് ഓഫീസ് ഇന്നും തുറന്നില്ല. ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. ഇൻഷുറൻസ് ഉണ്ടായിട്ടും പോലീസ് ജീപ്പിന് പിഴയിട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. വടക്കാഞ്ചേരി പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് വാഹനത്തിനാണ് 4,000 രൂപ പിഴയിട്ടത്. പിറകെ MVI വാർത്താക്കുറിപ്പിറക്കി. പോലീസ് ആകട്ടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് രേഖ പുറത്തുവിടുകയും ചെയ്തു. MVI PV ബിജുവിനെതിരെ പരാതി നൽകുമെന്നും പോലീസ് അറിയിച്ചു. തലശ്ശേരി മുഹമ്മദ് ഫസൽ വധക്കേസിൽ കോടതിയിൽ നിന്ന് കാണാതായ തൂവാല കണ്ടെത്തി. രക്തം പുരണ്ട തൂവാല കേസിലെ നിർണായക തെളിവായിരുന്നു. എറണാകുളം CJM കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൂവാല വിചാരണയ്ക്ക് മുൻപ് കാണാതായത് വിവാദമായിരുന്നു. കുട്ടമ്പുഴയിൽ വീട്ടിലെ കിണറ്റിൽ കാട്ടാന വീണു. പുലർച്ചെ 5:30 മണിയോടെയാണ് കാട്ടാന കിണറ്റിൽ വീണത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. JCBയുടെ സഹായത്തോടെ ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. വിഴിഞ്ഞം സ്വർണ്ണപ്പണയ തട്ടിപ്പിൽ പ്രതിയായ സിന്ധുവിനെതിരെ 6 കുടുംബങ്ങൾ കൂടി പരാതി നൽകി. സിന്ധു നേരത്തെ 3 കേസുകളിൽ പ്രതിയെന്നും പോലീസ് വ്യക്തമാക്കി. സിന്ധുവിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിയെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ഹരിപ്പാട് സ്വദേശി സാവരിയെയാണ് കൊല്ലപ്പെട്ടത്. പെരിന്തൽമണ്ണ സ്വദേശിയായ സദറുൽ അനം അറസ്റ്റിലായി. അഫ്ഗാനിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ രാജിവെച്ച മുൻ സെക്രട്ടറി ചമ്പത് റായിയുടെ പേരൊഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് പ്രാഥമിക റിപ്പോർട്ട് നൽകി. ട്രസ്റ്റ് നേതൃത്വ തലത്തിൽ അനിൽ മിശ്രയെ മാത്രമാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. ഇതേസമയം പുതുതായി ചുമതലയേറ്റ താൽക്കാലിക ജനറൽ സെക്രട്ടറി കൃഷ്ണമോഹന്റെ അയോധ്യയിലെ ഭൂമി ഇടപാടിൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ. പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് വില കുറച്ചേക്കും. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നതായും സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ വില കുറച്ചതുമാണ് അനുകൂലമാകുന്നത്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് സന്ദർശിച്ച് സർക്കാർ ജോലി അടക്കമുള്ളവ നൽകുന്നതിനെതിരെ DMK നേതാവ് RS ഭാരതി നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കരൂർ ദുരന്ത കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഈ മാസം 10-ന് വിജയ് കരൂർ സന്ദർശിക്കുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് 20 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകിയിരുന്നു. ഇപ്പോൾ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തതാണ് DMKയെ പ്രകോപിപ്പിച്ചത്. 15 ദിവസത്തെ അവധിക്കായി അടച്ച സ്കൂളിൽ ഉറങ്ങിയതുമൂലം കുടുങ്ങിപ്പോയ വിദ്യാർത്ഥി വഴിയാത്രക്കാരന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു. കിടന്നുറങ്ങിയ വിദ്യാർത്ഥിയെ ശ്രദ്ധിക്കാതെ സ്കൂൾ അടച്ചുപൂട്ടി സ്ഥലം വിട്ട ജീവനക്കാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തു. കാശ്മീരിലെ റംപാൻ ജില്ലയിലെ ബനിഹാളിലെ സർക്കാർ സ്കൂളിൽ കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം ഉണ്ടായത്. കേന്ദ്ര സർക്കാർ എഥനോൾ കലർത്തിയ പെട്രോൾ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതായി റിപ്പോർട്ട്. 2027ഓടെ E21 പെട്രോളും 2029ഓടെ E25 പെട്രോളും രാജ്യത്ത് അവതരിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ പദ്ധതിയെന്ന് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ജമ്മു കാശ്മീരിൽ വൻ ആയുധശേഖരം പിടികൂടി. കുപ്വാര ജില്ലയിലെ കെരാൻ സെക്ടറിൽ നടത്തിയ തെരച്ചിലിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി ആയുധങ്ങൾ പിടിച്ചെടുത്തത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഓപ്പറേഷൻ എന്ന് സൈന്യം പറഞ്ഞു. ഗാസയിലെ തങ്ങളുടെ താൽക്കാലിക ഭരണസമിതി പിരിച്ചുവിട്ട ഹമാസ് നടപടിയെ സ്വാഗതം ചെയ്ത് ഐക്യരാഷ്ട്രസഭ. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി ഗാസ മുനമ്പ് ഭരിച്ചു പോന്നിരുന്ന തങ്ങളുടെ ഭരണസമിതിയാണ് ഹമാസ് പിരിച്ചുവിട്ടത്.
ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ തീരത്തിന് സമീപം എണ്ണക്കപ്പലിനു നേരെ മിസൈൽ ആക്രമണമെന്ന് റിപ്പോർട്ട്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന് തീപിടിച്ചു. ക്യൂബയിൽ വൈദ്യുതി പൂർണ്ണമായും മുടങ്ങി. വൈദ്യുതി വിതരണം നടത്തുന്ന ദേശീയ പവർ ഗ്രിഡ് പൂർണ്ണമായും തകർന്നതായി ക്യൂബൻ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഇന്ധന കപ്പലുകൾ ക്യൂബയിൽ എത്താതിരിക്കാൻ അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധമാണ് പ്രതിസന്ധിക്ക് കാരണം. സിന്ധു നദിയിലെ വെള്ളത്തെ ആയുധമാക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ എല്ലാ തലത്തിലും യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ സജ്ജമാകുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രിയും പീപ്പിൾസ് പാർട്ടി അധ്യക്ഷനുമായ ബിലാവൽ ഭൂട്ടോ സർദാരി. ഫിഫ ലോകകപ്പിൽ സ്പെയിനിനോട് തോറ്റ് ക്വാർട്ടറിൽ എത്താതെ പുറത്തായതിന് പിന്നാലെ പോർച്ചുഗൽ ദേശീയ ടീം പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് രാജിവെച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ USA-യെ 1-4 ഗോളുകൾക്ക് തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ചാൾസ് ഡി കെറ്റലാരെയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വാനാകൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു 4ാമത്തെ ഗോൾ നേടിയപ്പോൾ US-നായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. ക്വാർട്ടറിൽ ബെൽജിയം സ്പെയിനിനെയാണ് നേരിടുക. ഫിഫ ലോകകപ്പിൽ തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിടുന്ന അർജന്റീനയുടെ മെസ്സിയും സംഘവും ഈജിപ്തിനെതിരെ ഇന്ന് പ്രീ ക്വാർട്ടറിൽ ഇറങ്ങുന്നു. ഇന്ന് രാത്രി 9:30 മത്സരം. നിലവിൽ 4 കളികളിൽ നിന്ന് 7 ഗോളുകൾ നേടിയ മെസ്സി തുടർച്ചയായ 5ാം മത്സരത്തിലും ഗോൾ നേടി ടീമിനെ ക്വാർട്ടറിലേക്ക് നയിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.